ഹലോ സച്ചിനി വേണ്ട ഇന്ന് സെബാനെ ഒരു പണി കൊടുക്കുന്നുണ്ട്. ഞാൻ നമുക്ക് നീ വന്നിട്ടുണ്ടെങ്കിൽ സെബാനെ വിളിച്ചിട്ട് പറയാം. ഞാൻ ഓക്കെ. ഹലോ മഴ വന്നില്ലേ? എന്താണ് നമുക്ക് വേറെ എന്ത് പരിപാടി ചെയ്യേ? അതെ നമ്മളെ സെബാന് ഇല്ല. അവനൊരു ഞാൻ ഫോൺ വിളിച്ചവനെ കുറച്ച് മിനിറ്റ്. അപ്പൊ അവൻ റോങ്ങായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. അവന് പണി കൊടുക്കുന്നുണ്ട്. അവനെ കൈനീട്ടം അത് അവൻ പ്രതീക്ഷിക്കാത്തൊരു കൈനീട്ടായിരുന്നു കൊടുക്കുന്നത്. ഞാനൊന്ന് വിളിക്കട്ടെ. ഞാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കാം. ഹലോ നീ എവിടെയാ? എന്താടാ നേരത്ത്? ഞാൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയുള്ളൂ. നീ വീട്ടിലെത്തിയ പോലെ നീ വിളിക്കത്തണം. ഇപ്പോഴോ? ഞാൻ പണി കഴിഞ്ഞ് വീട്ടിലെത്തിയുള്ളൂ. നാളെ വിഷയല്ലേ, എനിക്ക് കുറെ പണിയുണ്ട്. നീ എന്തീ പറയുന്നത്? നിനക്ക് ഞാൻ വിട്ടു. നീ പ്രതീക്ഷത്തെ കഴിഞ്ഞ ദിവസത്തില്ല നീ വാങ്ങിക്കണം. നിനക്ക് നാളെ പണിയുണ്ടോ പണിയുണ്ടോ എനിക്ക് അറിയാൻ ആവശ്യമില്ല. പണി നീ മാറ്റി വെച്ചോ. നീ എന്തിനാലും സംസാരിക്കുന്നത്? നീ ഇപ്പൊ വിളക്കണം. ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പോകട്ടിയും അവൻ വിളിച്ചിട്ട് കുറച്ചായില്ല. അവനെ നീ വിളിച്ചോളേ. സെറ്റ് ചെയ്യാം. നമുക്ക് വരാതെ പോവാൻ. ഹലോ നീ ഇതുവരെ ഇറങ്ങിയില്ല വീട്ടിൽ. 10 മിനിറ്റ് അതിനോട് നീ എത്തണം. മനസ്സിലായില്ലേ? 10 മിനിറ്റ് അതില് അങ്ങോട്ടും ഇങ്ങോട്ടും 1 മിനിറ്റ് ഒന്നും ഇല്ല. ഒരു സെക്കൻഡ് പോയില്ല. 10 മിനിറ്റില് നീ ഇവിടെ എത്തില്ലെങ്കിൽ നിന്നെ ഇങ്ങടെ എങ്ങനെ വരുന്നത് എനിക്കറിയാം. അതെന്നോട് ചീപ്പിക്കണ്ട. 10 മിനിറ്റ് നിനക്ക് അറിയില്ല. നിനക്ക് എന്താണെന്ന് വെച്ചറിയാം. എത്ര കൊല്ലം തന്നെ ചരച്ചെടുത്താൽ മാത്രമല്ലോ. നീ അവിടെ 2 കൊല്ലല്ലോ. 10 കൊല്ലം നിനക്ക് നീക്കാറിയില്ല സ്വഭാവം. അവനെ എന്താ പാവത്തില കഴിയുള്ളൂ. അവനെ കഴിച്ചപ്പോ മോശ. എനിക്കറിയാം. നിനക്ക് 8 കൊല്ലം കൂടി ഞാൻ കണ്ടതാ. അവിടെ എനിക്കറിയാം സ്വഭാവം. അവനെ പേര് വരും. അവനെ വരുത്തറ വഴി അവനെ അറിയാം. അവൻ എന്താ പേര് പറഞ്ഞില്ലെങ്കിൽ അവനോട് വരുത്തറ വഴി എനിക്കറിയാം. ഞാൻ ചെയ്യുന്നത് അവനറിയാം. അതുകൊണ്ട് അവൻ എന്തായാലും വരും. അവൻ കള്ളു കുടിക്കാൻ സുഖത്തിൽ അവൻ വലിയ മാറ്റനാക്കില്ലേ. അവൻ നാട്ടിൽ എന്താ വെച്ചാൽ നമ്മളെ മോശക്കാരായിട്ട് അവൻ നല്ല ആളാവുന്നൊക്കെ അവൻ. അപ്പൊ എനിക്കറിയാം അവൻ എങ്ങനെയാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൊടുക്കും. ഞാനേ അസല് പണി കൊടുക്കും. അവന് ഇനിയിപ്പോ അടുത്ത വിഷയം ചിലപ്പോ കാണാണ്ടായില്ലേ. അങ്ങനത്തെ പണി ഞാൻ കൊണ്ടുപോയി. എന്നെ പൊക്കുന്നില്ല. അവയെ എന്റെ കാരണം അവൻ എന്താ ചെയ്യുന്നത് ഞാൻ മാത്രം ചെയ്തു. അല്ലെ എനിക്ക് അവരുടെ എത്ര ദേഷ്യം പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ അവൻക്ക് അത്ര തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് വെറുതെ ഇപ്പൊ നിന്നെ എനിക്ക് 10 വർഷം അറിയാം. ഞാൻ എന്നോട് വല്ലതും പറഞ്ഞില്ല. എന്താ കാരണം നീ എനിക്ക് തോന്നിയില്ല. പക്ഷെ അവൻ ചെയ്തത് നല്ല തോന്നിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്കിപ്പോ അവനെ ചെയ്തൊന്നും കിട്ടാന്നില്ലേ. അങ്ങനെ
എന്താ മോശം കേട്ടോ വേണ്ട പല കാര്യങ്ങളുണ്ട് അവിടെ. എന്താണ് എന്റെ കാര്യങ്ങൾ എന്തിനാണ് ഞാന് മാത്രം തെറ്റ് നീ ചോദിച്ചാണ് അല്ലേ അതെ എനിക്ക് കുടുംബമുണ്ടാ കുട്ടികളുണ്ടാ എനിക്ക് എന്തുണ്ടാ എനിക്കൊന്നുമില്ല നിന്റെ കാര്യത്തിലൊന്നുമില്ലടാ ഇത് മനസ്സിലായ വേണ്ട നിന്റെ കാര്യം വന്നോണ്ട് എനിക്ക് വേണ്ട വേണ്ട നിനക്ക് കുടുംബ കുട്ടികളാവാൻ ഞാനാ എനിക്ക് ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിനക്ക് കുടുംബ കുട്ടികളും ഞാൻ ഉണ്ടാക്കിയപ്പോ എനിക്കൊന്നുമില്ലട്ടെ അത് ഞാൻ ചെയ്തിട്ട് നിനക്ക് കുടുംബ കുട്ടികളെ ഞാനാ അതുകൊണ്ടാണ് ഈ വിഷുവിന്റെ ദിവസം കുടുംബ കുട്ടികൾ ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ നിന്നെ ഇന്നെ തെരഞ്ഞെടുത്തത് എനിക്ക് വേണം എന്താ ചെയ്യണം നീ പോടാ വിടറാ ഞാൻ ചെയ്തോണ്ട് ഇവിടെ ഏയ് ഞാൻ കൊല്ല നീ ഒരിക്കലും ജയിലിൽ പോകാൻ പാടില്ല ഇവൻ എനിക്ക് ദ്രോഹം ചെയ്തത് ഇവന് കുടുംബ കൂട്ടുണ്ടാവാൻ ഞാനാ അപ്പൊ എനിക്ക് തന്നെ അവകാശം ഇവിടെ വേണ്ട ഞാൻ തീർത്തോളാം വെച്ച് വേണ്ട ഇവിടെ നീ ചാവണവൻ അല്ല എന്തല്ല ബോഡി ഇവിടെ കിടന്ന് ശരിയാവില്ല അവൻ ഇവിടെ കിടന്നിട്ടാ ഇപ്പെന്താ അല്ല ബോഡി ഇവിടെ കിടന്ന് ശരിയാവില്ല ബോഡി നമുക്ക് കുളിപ്പിക്കും നമുക്ക് ബാക്കിൽ നീ പിടിച്ചോ ബാക്കിൽ നമുക്ക് കുളിച്ചിടാം കുളിച്ചിടാം ടിക്കറാവനെ നമുക്ക് പിന്നെ വർഷാപ്പിന്റെ ബാക്കിൽ കുഴിച്ചിടാം വാടിക്ക് ആരുമില്ലടാണേ സച്ചു വാ നമുക്ക് അവിടെ ചെയ്യാം ആ കുഴിച്ചിടാം ഈ ഭാഗത്തേക്ക് ആരും വരാറില്ലല്ലോ ഇല്ല അവ കൂടെ കുളിച്ചിടാം ഇപ്പോൾ ശബ്ദത്തില് പറ്റിപ്പോയതല്ല ശബ്ദത്തില് ആ പക്ഷെ അത് നമുക്ക് കൊല്ലണമെന്ന് വിചാരിച്ചല്ലേ കൊല്ലം വിചാരിച്ചില്ല പക്ഷെ എങ്ങാനും പോലീസ് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവനായിട്ട് അവനറിയില്ല അവനെ നമ്മള് കുറച്ച് ദിവസമായി കണ്ടിട്ട് അവൻ വിളിച്ചിട്ട് ഫോൺ തീർന്നില്ല എന്ന് പറയാം നമുക്ക് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ മാക്സിമം ആരും അറിയാണ്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അറിയാൻ പാടില്ല നാട്ടുകാരെ ആരും അറിഞ്ഞിട്ടില്ല ഒരു പ്ലാൻ ചെയ്യും കൈ കൊടുത്തില്ല നീ കോരിട്ടോ എടാ ഇത് ചെയ്ത് ശീലല്ലേ നീ ചെയ്യേ
ബാക്കി ചെയ്യാം. നീ പറ്റാവുന്ന നീ ചെയ്യും. ബാക്കി ചെയ്യാം. എനിക്ക് അടുത്തേക്ക് ഗൾഫിൽ പോകേണ്ടതാ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒപ്പരാം. നീ ചെയ്തോ. കളിയാ നീ പോയി എനിക്കാരുണ്ട്. നീ പേടിക്കണ്ട, നീ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നോക്കിക്കൊണ്ട്. ഒരു കാര്യം പറയോ, ഞാൻ പറഞ്ഞൊരു കാര്യം പറയും. നമ്മൾ രണ്ടുപേരും സേഫാണ്. എനിക്ക് മറ്റന്നാളാണ് ഗൾഫിൽ പോകേണ്ടത്. പാസ്പോർട്ട് റെഡി കഴിയണ്ട. നീ നമുക്ക് നീ ഗൾഫിൽ പോയി തിരിച്ചു വരുമ്പോൾ നമ്മളിതേപോലെ തന്നെ കൂടാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പോലീസ് അറിയാണ്ട് ആ ഒരു അവസ്ഥ വന്നാൽ ഞാൻ പറയാം, എനിക്കിങ്ങനെ ഇതേപോലെ എന്നെ സപ്പോർട്ടിന് കൂട്ടുകാരന്മാരെ എനിക്ക് ഇല്ല, ഒരാളുള്ളൂ, അത് നീ മാത്രം. അതുകൊണ്ട് നിന്നെ ഞാൻ എന്ത് കാര്യത്തിനും പോകുമ്പോൾ നിന്നെ വിളിക്കാൻ കാണാനല്ല. ചെയ്തതിനും പറയാനുള്ളതിൻ്റെ മനസ്സുണ്ടല്ലോ. ഇവൻ്റെ വീട്ടുകാർ ചോദിച്ചാൽ നമ്മൾ പറയും. ഞാൻ വിളിച്ചിട്ട് നമുക്ക് അവൻ വിളിച്ചിട്ട് അവൻ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അവൻ നമ്മളെ അടുത്തേക്ക് എത്തിയിട്ടില്ല. നമുക്ക് പറയാം വരുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയി എന്തെങ്കിലും അതിപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ. ബോഡി എങ്ങനെ കിട്ടിയാൽ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടണല്ലോ. നമ്മളിവിടെ വിളിച്ചിട്ട് ഇവിടേക്ക് നമ്മളെ വർഷോപത്തെ പണിക്കാർ പോയി ബാധിക്ക് വരില്ല. പിന്നെ അപ്പോൾ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അവൻ്റെ ഫോണല്ലേ ബെല്ലടിക്കാൻ. ഹലോ അതെ, വിഷയമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ വീട്ടിൽ പോയി. ഫോൺ വന്നിട്ട് പോയിരുന്നു. ഇല്ല സാർ, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ കൂടിയതാണ്. അതല്ലേ ഞങ്ങൾ ഫോൺ കൊണ്ടു കൊടുക്കാം. ഞങ്ങൾ നാളെ കാലത്ത് നേരത്തോടെ കൊണ്ടു കൊടുക്കാൻ തരും. ഓക്കെ ഓക്കെ. ഇത് സത്യമായിട്ട് ഫോൺ വന്നു വെച്ചാ ഇല്ല, ഞങ്ങൾ സാർ എന്തായാലും വെച്ച് എനിക്ക് സാർ അത് കുടിച്ചോണ്ടൊക്കെ ഉണ്ട്. അതാണ് ഓക്കെ സാർ. ഓക്കെ സാറ് അവനോട് നാളെ തരണം. പ്രശ്നം നമ്മൾ കുടിച്ചിട്ടുള്ള പെട്ടൂലോ. ഇവിടെ സാറ് കൂടുതൽ കിട്ടിയതിനെ പെട്ടു. നമുക്ക് രക്ഷപ്പെടാം. എങ്ങനെ രക്ഷപ്പെടണം. പക്ഷെ എങ്ങനെ പറ്റും? അവന്റെ വണ്ടി ഉണ്ട് ഇവിടെ. അവന്റെ വണ്ടിയിൽ നമുക്ക് കാര്യം. അവന്റെ വണ്ടി രക്ഷപ്പെട്ട പോലീസ് അവന്റെ ഫോൺ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോൺ കളയുന്ന
സെബാനയിലെ കൊന്ന്. ആര് കൊന്നു? എടാ നമ്മള് പിന്നെ എന്തുട്ടാ അവിടെ ചെയ്ത്? ആരെന്ത് ചെയ്തു നീ പറഞ്ഞത്? നമ്മളതിൽ കുളിച്ചിട്ടേ ആരനെ? നിന്റെ അല്ല അവന്റെ ഫോണൊക്കെ. ഫോൺ എന്റെ അവൻ കുടിയില്ല. അവന് പറ്റാത്തോണ്ട് അവന്റെ ഫോൺ ഞാൻ എടുത്തല്ലേ. DVSP വിളിച്ചോന്ന് നിനക്ക് ഓർമ്മയില്ല? നീ എന്തടിച്ചേ? ആര് വിളിച്ചത് എനിക്ക് പറയണത്? DVSP വിളിച്ചില്ലേ അവനെ? ഞാൻ അവനെ വിളിക്കട്ടെ. സെബാനെ, ഈ സെബാൻ വിളിച്ചിട്ട് കാര്യമില്ല. സെബാൻ തീർന്നു. നീ അല്ലേ തീർത്തേ വിളിച്ചിട്ട്? നീ എന്നൊക്കെ ഫിറ്റാണോ? സെബാനെ നമ്മള് തീർത്തേ അവിടെ വെച്ചിട്ട്. അലക്സേ, ബോഡി ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞാനിന്ന് 2:30 ഫ്ലൈറ്റ് കയറും കേട്ടാ. ഓക്കെ. ഹലോ, ആടാ പറടാ. ഇല്ല, ഞാൻ പുറത്താ. കാര്യം പറടാ രാഹുല. എന്നോട് ഞാൻ അന്നേ പറഞ്ഞ സെറ്റപ്പിനെ കൊണ്ട് നടക്കട്ടാന്ന്, വെറുതെ വള്ളി പിടിക്കാനായിട്ട്. ഇല്ലടാ, എനിക്ക് സ്റ്റേഷനിൽ വരാൻ പറ്റില്ല. എനിക്ക് 2:30 ഫ്ലൈറ്റ്. ഞാനും തിരിച്ചു പോവാണ്. ഞാൻ വിഷുവായിട്ട് ലീവിന് വന്നതാ. ഞാൻ അലക്സിനെ വിളിച്ചോട്ടെ, അലക്സ് വരും. ഓക്കെ ശരി ഓക്കേടാ, താങ്ക് യു. ശരി ഞാനിപ്പോൾ പെട്ടെന്ന് വിളിച്ചറിയാം. ശരി. എന്ത് കട്ടാകണം? രാഹുലിനെ വിളിച്ചു പറയും. അവിടെ രാഹുൽ അതേ നമ്മുടെ അലക്സ് ഫോൺ എടുക്കണില്ല. അവൻ കട്ടാക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ എന്തെങ്കിലും തിരക്കിലായിരിക്കും. ഞാൻ അവനോട് എന്തായാലും ഞാൻ വിളിച്ചു പറയാം. കിട്ടി കഴിഞ്ഞാൽ വിളിച്ചു പറയാം. ഓക്കെ. ഞാനേ ഡ്രസ്സ് പാക്ക് ചെയ്യേണ്ട തിരക്കണ്ടോ. ഞാനിപ്പോൾ വേറെ സ്ഥലത്തേക്ക് വന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം ഡ്രസ്സ് പാക്ക് ചെയ്യാനായിട്ട്. ഓക്കേടാ. അല്ല, അവളെന്താ പറയണേ? ചെറിയ പെൺകുട്ടീനെ ഞാൻ കൊണ്ടുനടക്കുമ്പോൾ ഞാൻ പറഞ്ഞതാ ഇതുപോലെ പോസ്റ്റ് കേസ് വരും എന്നുള്ളത്. അവനെ നിന്നെ ഇറക്കാൻ പറ്റുള്ളൂ. ഞാൻ അവനെ വിളിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടണ്ടേ. ഓക്കെ ശരി ഞാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ ശരി. ഓക്കേടാ, സാറിനോട് വെയിറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അവൻ 5-ാമത്തിൽ ഇറക്കാൻ വരും. ശരി. ഓരോ വള്ളി പിടിക്കുന്നവൻ. ഡ്രസ്സ് നോക്കിയാണ്ട് പോയിട്ട് ഞാനിന്ന് എനിക്ക് 2:30ക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് ഫ്ലൈറ്റിന്. അപ്പോൾ നീ അന്ന് എൻ്റെ വണ്ടി ഒന്ന് ഞാൻ ഗൾഫിൽ നിന്ന് പറഞ്ഞാലും മാനേജ് ആണ്. നോക്കിയോളാ. ഓക്കെ ശരി.
ഫ്ലൈറ്റ് മിസ്. ഹലോ എടാ നീ എവിടെയോ? ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിക്കണ ആ രാഹുൽ സ്റ്റേഷനിൽ വിട്ടിട്ട് എൻ്റെ പഴയ സെറ്റപ്പ്. നീ സ്റ്റേഷനിൽ എന്താ പറ്റി? എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഫ്ലൈറ്റ് എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോ. നീ അത് പറഞ്ഞേ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ലെന്ന്. ഒരു കാര്യം ചെയ്യും. ഹലോ സാറേ, അല്ല ഞാൻ അലക്സാണ്, അവനാണ് വിച്ചു. അവനല്ല സാറേ പോലെ ചെയ്ത ഞാനാ. ഞാൻ വിഷുവായിട്ട് സാർ നാട്ടിലേക്ക് വന്നതാ. വേണ്ട സാറേ, സാറ് ഇങ്ങോട്ട് ജീപ്പൊന്നും കൊണ്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വണ്ടി വരാം. അവനൊന്നുമില്ല സാറേ, അവനെ വെറുതെ വിട്ടേക്കും. ശരി സാറേ, ഞാൻ വരാം. എല്ലാം തൊലച്ചവൻ. ആരന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അവന് വേണ്ടി ഞാൻ തന്നെ കീഴടങ്ങും. അവന് ഞാനും പുറത്തിറങ്ങിയിരിക്കും.